ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുമ്പേലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശിവശങ്കരനെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് കമല വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അത് ചോദിക്കും, എന്താ ശിവേട്ട വരാൻ വൈകിയത്? ഞാനൊന്ന് കടപ്പാട്ടൂർ വരെ പോയിരുന്നു പറയും. എന്താ വിശേഷിച്ച്? എനിക്ക് ബാലന്തൻ്റെ ഒന്ന് കാണണമായിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടോണ്ടാണ് വൈജയന്തി അങ്ങോട്ട് വരുന്നത്. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അപ്പം കുട്ടികളൊക്കെ എവിടെ പോയി? അത് അവരെവിടെയെങ്കിലും സിനിമയ്ക്കാണോ പോയി കാണുമെന്ന് കമല പറയുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രനെ കാണാൻ ശ്രമിച്ചായിരുന്നു. ഞാൻ ഷോപ്പിൽ പോയിരുന്നു. അപ്പം അവിടുത്തെ സ്റ്റാഫാണ് പറഞ്ഞത് ഗോവർദ്ധനുമായിട്ട് ഒരു ദൂരയാത്ര പോയിരിക്കുകയെന്ന് പറയും. ഇനിയിപ്പോൾ എവിടെ വേണമെങ്കിലും പോകാമല്ലോ, ആരാ ചോദിക്കാനും പറയാനും എന്നൊക്കെ വൈജി അങ്ങ് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശിവൻ പറയും, അതെ, ചോദിക്കാനും പറയാനും ഒക്കെ അർഹതയുള്ള നീ ഇവിടെ നിൽക്കുമല്ലേ? നീ നിൻ്റെ വീടും കുടുംബവും ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ പോകുന്നതും വരുന്നതും കാര്യങ്ങളൊക്കെ ആരറിയുമെന്ന് പറയും. അല്ലെങ്കിൽ തന്നെ ഭർത്താവിനും മക്കൾക്കൊന്നും എന്നെ വേണ്ടല്ലോ. അതിന് കാരണക്കാരി ആരാ വൈജയ്? നീ തന്നെ നിന്നെ വേണ്ടാതാക്കിയത്. നീ പോയിട്ട് ഇപ്പോൾ ഇത്രയും ദിവസം ഇന്നേ വരെ നിൻ്റെ മക്കൾക്കോ ഭർത്താവിനും നീ അവിടെ ഇല്ലാത്ത ഒരു വിഷമം ഉണ്ടായിട്ടില്ലല്ലോ. അതിന് കാരണം ആരാ? 23 വർഷം അയാളുടെ കൂടെ നീ ജീവിച്ചു. നീ ഒരു സുപ്രഭാതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയ അയാൾക്ക് അതൊട്ടും ഫീൽ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നീ അത്രത്തോളം അവരെ സ്നേഹിച്ചിട്ടുള്ളത് നീ മനസ്സിലാക്കണമെന്ന് പറയും. അതെ ശിവേട്ട, ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, എനിക്ക് ആരെയും മനസ്സിലായിട്ടുമില്ല. അതെ, അത് തന്നെയല്ലേ വലിയ സത്യം. നിന്നെ അല്ലാതെ നീ മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നിൻ്റെ ഭർത്താവിനെയോ മക്കളെയോ സഹോദരങ്ങളെ ആരെങ്കിലും നീ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് പറയും. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. നീ എന്ത് ജീവിച്ചെന്നാണ് ഈ പറയുന്നത്? നീ കല്യാണം കഴിച്ച് തന്ന് ഇത്രയും നാളിനകത്ത് വെച്ച് നീ അയാൾക്കൊരു മനസ്സമാധാനം കൊടുത്തിട്ടുണ്ടോ? ഞാൻ ബാലൻ തന്നെ ഒരു മനസ്സമാധാനവും സ്നേഹവും ഒന്നും കൊടുത്തിട്ടില്ലെന്നാണോ ശിവേട്ടൻ പറഞ്ഞത്? നീ ഒന്ന് പറ, നീ എന്ത് മനസ്സമാധാനം അയാൾക്ക് കൊടുത്തിട്ടുള്ളത്? ഇത്രയും നാളും അയാൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ജീവിച്ചു, ഒന്നിനും പരാതിയും പരിഭവം പറയാതെ. അതേസമയം ഇന്നേ വരെ നീ അയാൾ ഇഷ്ടത്തിന് എന്തെങ്കിലും നിന്നിട്ടുണ്ടോ? രോഹിത്തിനെ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കണമെന്നുള്ളത് ബാലചന്ദ്രൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അയാൾക്ക് ശേഷം അയാളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തണമെന്ന് കരുതി. പക്ഷേ നീ അവനെ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ ആഗ്രഹിച്ചു. നിൻ്റെ ഇഷ്ടത്തിന് അയാൾ വഴങ്ങി തന്നു. അതുപോലെ തന്നെ ബബിതയെ MBBS പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. നീ അതും പറഞ്ഞു അവളെ BA പഠിപ്പിച്ചാൽ മതിയെന്ന്. എല്ലാം നിൻ്റെ ഇഷ്ടങ്ങൾ നീ മറ്റുള്ളവർ നടപ്പിലാക്കുക. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടെന്ന് കരുതി എല്ലാവരും അത് അനുസരിക്കുന്നു. അല്ലാതെ അവരുടെ ആരുടെ ഇഷ്ടത്തിനും മക്കളുടെയോ ഭർത്താവിൻ്റെ ഒരു ഇഷ്ടത്തിന് നീ മുൻതൂക്കം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം നിന്നെ ഒട്ടും അവർക്ക് ഫീൽ ചെയ്യാത്തത്. അലീനെ എന്തുകൊണ്ടാണ് അവർ ഇത്ര സ്നേഹിക്കുന്നത്? അവർ ഇഷ്ടങ്ങൾക്ക് നിന്ന് കൊടുക്കുകയും അവരെ മനസ്സിലാക്കുകയും അലീന ചെയ്യുന്നുണ്ട്. അതിൻ്റെ 1% പോലും നീ ആ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടില്ലെന്ന് പറയും. അതെ, ഞാൻ എൻ്റെ കുടുംബത്തിന് ഒന്നും ചെയ്തിട്ടില്ല, സമ്മതിച്ചല്ലോ. നീ ഇത്രയും നാളെ നിനക്ക് കിട്ടുന്ന ശമ്പളം പോലും നീ ആ കുടുംബത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, കുട്ടികളുടെ വിദ്യാഭ്യാസം, മെഡിസിൻ, സർവ്വ കാര്യങ്ങളും നോക്കുന്ന ബാലൻ തന്നെയല്ലേ. ഞാനിതൊക്കെ സമ്പാദിച്ച് നോക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണോ ശിവേട്ട? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാനിതെല്ലാം സംരക്ഷിക്കുന്നത്. ഇതൊക്കെ ആവശ്യത്തിനായി പണം ഉപകരിക്കുന്നത്. തണുപ്പ് സമയത്ത് ചൂടാൻ കൊടുക്കാത്ത പുതപ്പ് നല്ല വെയിൽ സമയത്ത് കൊടുത്തിട്ട് എന്തോ പ്രയോജനം വൈജയ്? നീ ഒരിക്കലും നിൻ്റെ മക്കളെ ഭർത്താവിനെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ ആ വീട്ടിൽ നിന്ന് പോയതിൻ്റെ ഒരു സങ്കടം അവർക്ക് ഉണ്ടാവാത്തതിന് കാരണം അതാ. അതെ, എല്ലാ തെറ്റും ഇപ്പോൾ എൻ്റെ ഭാഗത്തായി. എല്ലാവരും ഇപ്പോൾ എന്നെ കുറ്റം പറഞ്ഞത്. എനിക്ക് ശിവേട്ടനോട് തർക്കിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വൈജി അങ്ങ് പോവുകയാണ്. ആ സമയത്ത് കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇടയ്ക്ക് ശിവശങ്കരൻ പറഞ്ഞിട്ടുണ്ട്, ബാലേന്ദ്രൻ്റെ കണക്ക് ഒരു സമാധാന സ്വസ്ഥതയൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന്. അപ്പോൾ കമല പറയുന്നുണ്ട്, ശിവേട്ടൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനും വൈജിയെ പോലെ ശിവേട്ടനെ മനസ്സമാധാനം തന്നിട്ടില്ലെന്നാണോ? അതിന് നമ്മുടെ വിവാഹം കഴിഞ്ഞ കാലം തൊട്ട് ഞാനങ്ങ് ഗൾഫിലല്ലായിരുന്നു. അതുകൊണ്ട് ബാലേന്ദ്രൻ്റെ അത്ര മനസ്സമാധാനക്കേട് ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്ന് പറഞ്ഞ് ഇടയ്ക്ക് വെച്ചൊരു പോയിൻറ്റും കൂടി നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം സോൾവ് ആയ ശേഷം പിന്നെ നമ്മൾ കാണുന്നത് എറണാകുളത്തെ വീട്ടിലാണ്. ആ സമയത്ത് അവിടെ നമ്മുടെ ബബിതയും കൃഷ്ണമോളും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണ പറയും, ചേച്ചി ഇവിടെ വന്നതിന് ശേഷം ചേച്ചിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നല്ല അന്തരീക്ഷം, നല്ല ആളുകൾ, പിന്നെ രേവതിക്കുട്ടി നല്ല പൊളി വൈബാന്ന് പറയും. ആന്നില്ലേ? കൊള്ളാം. എന്തായാലും നമുക്ക് ത്യാഗഭവനത്തിൽ പോയി ചിന്നിക്കുട്ടിയെ കാണാൻ വന്ന് മൊത്തത്തിൽ സന്തോഷം ഉണ്ടായിരുന്നില്ലേ ചേച്ചി? എങ്കിൽ വാ, നമുക്ക് കിടന്നുറങ്ങാമെന്ന് പറയും. അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. ചേച്ചി ഞാനും തമ്മിൽ എത്ര നാളായെന്നറിയാം ഇങ്ങനെ ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ട്? ഇന്നലെ നമ്മൾ ഒരുമിച്ചല്ലേ ഉറങ്ങിയത്. അയ്യോ ചേച്ചി, അതല്ല, ഞാൻ 5ലോ 4ലോ പഠിക്കുന്ന സമയത്താണ് ചേച്ചി ഞാനും തമ്മിൽ ഒരുമിച്ച് ഉറങ്ങിയത്. ഞാനൊരു 10th കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എനിക്ക് സെപ്പറേറ്റ് റൂം തന്നു. അന്നോട്ട് ഞാൻ സെപ്പറേറ്റാണ്. അതൊക്കെ ഒരു കാലമില്ലേ? നീ വെറുതെ നൊസ്റ്റാൾജിയ കൊണ്ടിരിക്കാതെ കിടന്നുറങ്ങും പെണ്ണേ എന്ന് പറയും. ഇതിനോ സ്നേഹിക്കുന്നതിന് ഭേദം വല്ല കാണ്ടാമൃഗത്തിനെ സ്നേഹിക്കുന്നതാ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് പിന്നെയും നമ്മുടെ വൈജയന്തിക്ക് ഒരു ടെൻഷനാണ്. ഇവരെവിടെ പോയി, എന്തിനു പോയെന്ന് അറിയാൻ വേണ്ടി ഫോൺ ചെയ്യുന്ന സമയത്ത് പറയും, ഇതിപ്പോൾ ആരാ ഈ സമയത്തൊരു ഫോൺ ചെയ്യാൻ? നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ മുടിയനാണോ ആയിരിക്കും. നോക്കി പറയും, പൊടി എഴുന്നേറ്റ്, അമ്മയാന്ന് പറയും. അമ്മയോ? ഇതെന്താ ഈ സമയത്ത്? തിരിച്ച് വിളിക്കണോ? ചിലപ്പം കമലാരിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയാനെങ്ങാണോ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ പറയും, തിരിച്ച് വിളിക്കാം. അങ്ങനെ ഒരു സ്പീക്കർ ഫോൺ ഇട്ട് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെവിടാ? അത് അമ്മ ഞങ്ങൾ ഇവിടാന്ന് പറയും. ഇവിടാന്ന് പറഞ്ഞാൽ എവിടാ? ഞങ്ങൾ എറണാകുളത്ത് എവിടെ? അത് ഞങ്ങൾ
രേവതിക്കുട്ടിയുടെ വീട്ടിൽ. രേവതിക്കുട്ടിയോ? ആ, അലീന ചേച്ചിയുടെ അനിയത്തി. അവൾക്ക് എവിടുന്നാ അനിയത്തി? അവളെ ഒരു അനാഥ. അവളെ കണക്ക് ആരോ വീട്ടുജോലി കൊണ്ടു നിർത്തിയ വീട്ടിലെ പെണ്ണല്ലേ രേവതിക്കുട്ടി. അമ്മയ്ക്ക് അറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഓ, എവിടെ കിടക്കുന്നവളുമാരെയൊക്കെ വീട്ടിൽ വലിഞ്ഞേറി വരുന്നതിനൊന്നും ഞാൻ ഓർത്തിരിക്കാറില്ലെന്ന് പറയും. നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? അത് പിന്നെ അച്ഛൻ ഗോവർദ്ധനങ്ങളുമായിട്ടൊരു ദൂരയാത്ര പോയിരിക്കുക. ആ സമയത്ത് അലീന ചേച്ചിയാണ് പറഞ്ഞത് ഞങ്ങളുടെ 2 ദിവസം രേവതിക്കുട്ടിയെ വീട്ടിലോട്ട് പോകാമെന്ന്. ഓ, അലീന ചേച്ചി പറഞ്ഞത് മാത്രമേ നിങ്ങൾ കേൾക്കത്തുള്ളൂ. നിങ്ങൾക്ക് അച്ഛൻ മാത്രമല്ലല്ലോ, അമ്മയും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അമ്മയുടെ അനുവാദം നിങ്ങൾ ചോദിച്ചോ? ഉടനെ കൃഷ്ണൻ പറയാം, അതിന് അമ്മയുടെ അനുവാദം ചോദിക്കാൻ അമ്മയോട് ഇല്ലല്ലോ. അതേടി, അമ്മയോട് ഇല്ലെന്ന് കരുതി ഫോണിൽ കൂടിയെങ്കിൽ നിനക്ക് എൻ്റെ അനുവാദം ചോദിച്ചിട്ടാണെന്ന് ചോദിക്കും. അമ്മയോട് ചോദിച്ചാൽ അമ്മ സമ്മതിക്കത്തില്ല. അപ്പം നിങ്ങൾക്കറിയാം എവിടെയോ കിടന്ന ഒരു അനാഥ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. പിന്നെ നീയൊക്കെ എന്തിനാടി അവളുടെ വീട്ടിലോട്ട് വലിഞ്ഞു കയറി പോയെന്ന് ചോദിക്കും. വലിഞ്ഞു കയറി പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അച്ഛൻ്റെ അനുവാദത്തോടുകൂടി മാത്രമേ പോയത്. ഓ, നിനക്കൊക്കെ നിൻ്റെ അച്ഛനാണല്ലോ വലുത്. അവസാനം നോക്കിയോ, ആ അലീനയെന്ന് പറയുന്നവൾ നിന്നെയൊക്കെ ചവിട്ടി പുറത്താവും ആ വീട്ടിൽ എന്ന് പറയും. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അമ്മ വെറുതെ ഇല്ലാത്ത കാര്യമൊന്നും പറയേണ്ടെന്ന് പറയും. അതേടി, ഞാൻ പറഞ്ഞല്ലേ ഇല്ലാത്ത കാര്യമാണ്. നിനക്കൊക്കെ എപ്പോഴും അവളെ മതിയല്ലോ, സ്വന്തം അമ്മയെ വേണ്ട. ഞാൻ നിനക്കൊക്കെ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കും. അമ്മയോട് വെറുതെ പറഞ്ഞ് സംസാരിക്കാൻ ഞങ്ങളില്ല. അമ്മയ്ക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയല്ലേ, അമ്മ എന്തിനാ ഇത്രയും മോശമായ രീതിയിൽ അമ്മ സംസാരിക്കുന്നതൊക്കെ ഭവിതയൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നെ കണക്കുള്ള മക്കളും അയാളെ കണക്കൊരു ഭർത്താവും ഉണ്ടായി ഞാൻ ഇതിൽ താഴെ സംസാരിക്കേണ്ട അവസ്ഥ വരുമെന്ന് പറയും. ഞങ്ങൾക്ക് അമ്മയോട് സംസാരിച്ച് തർക്കിക്കാൻ താല്പര്യമില്ല, അമ്മ കിടന്നുറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഭവിതയും കൃഷ്ണജയും കൂടി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പറയും, എന്തൊരു കഷ്ടമായത് എന്ന് പറഞ്ഞുകൊണ്ട് ഭവിത ഇങ്ങനെ മൂടോട്ടായിട്ടിരിക്കും. ആ സമയത്ത് കൃഷ്ണജ പറയും, സാരമില്ല ചേച്ചി, അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ, ചേച്ചി കിടന്ന് ഉറങ്ങാൻ പറയും. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതിക്കുട്ടിയും അലീനയും കൂടി കിടക്കാനായിട്ട് റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഗ്രേസി ആൻറ്റിയായിട്ട് സംസാരിക്കുകയാണ്. ഗ്രേസി ആൻറ്റി സംസാരിക്കുന്ന സമയത്ത് പറയും, അവർക്ക് വീടും ചുറ്റുപാടൊക്കെ ഇഷ്ടപ്പെട്ടു അലീനെ. ആ, അവർ നല്ല സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് പറയും. എന്തായാലും നന്നായി, കുറച്ച് ദിവസം വീട്ടിലൊരാളും എനക്കൊക്കെ ഉണ്ടായല്ലോ എന്ന് പറയും. ആ, അത് പിന്നെ ഇല്ലാതിരിക്കുമോ, ഞാനല്ലേ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് തന്നെ അവർക്കൊട്ടും ബോറടിക്കത്തില്ല. ഉടനെ അലീന ഗ്രേസി ആൻറ്റി അടുത്ത് പറയും, എന്നാലും ആൻറ്റി എങ്ങനെ സഹിക്കുന്നു ഇവളുടെ നാവ്, അത് ഞങ്ങൾക്കിപ്പോൾ ഒരു ശീലമായി. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇവളുടെ സംസാരം കേട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. കണ്ടില്ലേ ഇപ്പം എന്നെ ആരാ വഷളാക്കുക എന്നുള്ളത് എന്നൊക്കെ ചോദിക്കും. പിന്നെ മതി എന്നെ കളിയാക്കിയത് എല്ലാവരോടും ചേർന്ന് എന്ന് പറയും. ആ, പിന്നെ നീ കളിയാക്കുന്നതൊക്കെ കൊള്ളാം, നീ രോഹിത്തിനെ എപ്പോഴും വീരാ എന്നുള്ള വിളി അവനിഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. ഓ, പിന്നെ ഞാനെന്തോ കളിയാക്കുന്നത്, ഞാൻ വീരാന്നൊന്നും വിളിച്ചെന്നല്ലേ ഉള്ളൂ, അതെന്നെ കളിയാക്കേണ്ട, ഞാൻ കുഞ്ഞിൻ്റെ തമാശ പറഞ്ഞു, അത്രയ്ക്കൊക്കെ ഫീൽ ചെയ്യേണ്ട കാര്യം എന്തോ. സ്വന്തം ആങ്ങളെ പറഞ്ഞപ്പോൾ ചേച്ചിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഇപ്പോഴാണ് ആങ്ങളെയൊക്കെ വന്നത്, അതിനു മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, ശരിയാന്നേ, പക്ഷേ അവനെ അങ്ങനെ എപ്പോഴും വിളിക്കേണ്ട മോളെ എന്ന് പറയും. അല്ല രേവതിക്കുട്ടി, അല്ല അലീനെ, ഇവക്ക് ഇരട്ടപ്പേരൊന്നും ഇല്ലെന്ന് ചോദിക്കും. ഇരട്ടപ്പേരോ? ആ, ഇവർക്ക് ഇരട്ടപ്പേരുണ്ട്. അതെന്താ? അതത് ചേച്ചി പറയരുത്, അതൊക്കെ ഞാൻ നിൽക്കടി, നമ്മുടെ ഗ്രേസി ആൻറ്റി അല്ലേ, കുഴപ്പമൊന്നുമില്ല. അത് മുമ്പ് ഞങ്ങൾ ത്യാഗഭവനിലായിരുന്ന സമയത്ത് ഇവൾ കുഞ്ഞായിരുന്നു. ആ സമയത്ത് ഇവൾ അവിടെ നിന്ന് അരിവാളും എടുത്തുകൊണ്ടേ മാങ്ങ തട്ടിയിടാനായിട്ട് പോകും. എന്നിട്ട് ആ മാങ്ങ തട്ടിയിട്ടിട്ട് ആ മാങ്ങയായിട്ട് ഇങ്ങനെ കൊത്തി ഇരിക്കുമെന്ന് പറയും അരിവാളിന്. അതെന്താ അങ്ങനെ? ആ, അന്ന് ഞങ്ങൾ ഇവക്കിட்ட പേരാ മരം കൊത്തിയോ? അത് കൊള്ളാമല്ലോ, നല്ല പേരാണല്ലോ. ആൻറ്റി ഈ പേര് പുറത്തെങ്ങാണോ അറിഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയും. ഓ, ഇല്ല മരം കൊത്തി എന്ന് പറഞ്ഞ് അലീനയും ഗ്രേസി ആൻറ്റിയും കൂടെ ചിരിക്കുകയാണ്. ആ സമയത്ത് മനു അലീനയെ വിളിക്കുന്നുണ്ട്. ആ, ഗ്രേസി ആൻറ്റി ബാ നമുക്ക് പോവാം. ഏയ്, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ സംസാരിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറയും. അതൊന്നും വേണ്ട, ഇനി കുറേ നേരം കഴിയും ഈ കോൾ അവസാനിക്കണം, അതുകൊണ്ട് ബാ നമുക്ക് പോവാം. അങ്ങനെ ഗ്രേസി ആൻറ്റിയെ വിളിച്ചുകൊണ്ട് രേവതിക്കുട്ടിയൊക്കെ പോവുകയാണ്. ആ സമയത്ത് അലീന മനുവിനോട് സംസാരിക്കുകയാണ്. ആ, അലീന നിങ്ങളിപ്പോൾ എവിടെ, എറണാകുളത്താണോ? ആ, അതെ, ഞങ്ങൾ എറണാകുളത്താണെന്ന് മനോഹരൻ അങ്ങനെ അറിഞ്ഞു, അച്ഛൻ പറഞ്ഞു. അങ്കിള് അച്ഛൻ ബാലേന്ദ്രൻ അങ്കിളെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു. ആ സമയത്ത് നിങ്ങളാരും അവിടെ ഇല്ല. അങ്ങനെ ഷോപ്പിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ എറണാകുളത്തും ബാലേന്ദ്രൻ അങ്കിള് ഗോവർദ്ധന അങ്കിളുമായിട്ടൊരു ദൂരയാത്ര പോയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തുള്ള കാര്യം വൈജന്തി മേഡം അറിഞ്ഞു. ആ, അറിഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നമാവോ? അച്ഛയും ഓ, എന്തായാലും ആൻറ്റി അറിഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് നല്ല ടെൻഷനാവുകയാണ്, ഇനി മേഡം എന്തെങ്കിലും പറയുമെന്നുള്ളത്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അതിനുശേഷം മനു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എറണാകുളത്ത് പോയ കാര്യം എന്നോടൊന്ന് പറയാമായിരുന്നല്ലോ എന്ന് മനു അലീനയോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രഞ്ജുവിൻ്റെ നാവിൽ നിന്ന് ബാലേന്ദ്രൻ്റെ മകളല്ല അലീന എന്ന സത്യവും വൈജ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും കഥകളുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.